ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് എന്ന പാഠപുസ്തകത്തിൽ ചോദ്യോത്തരമാണ്. ഒന്നാമത്തെ ചോദ്യം, മുഗൾ ഭരണം സ്ഥാപിച്ചത് നമ്മുടെ ബാബറാണ്. 1526. മുഗൾ ഭരണം നടത്തിയ ഭരണാധികാരികൾ ബാബർ, ഹുമയൂൺ, അക്ബർ, ഷാജഹാൻ, ഔറംഗസീബ്. ചെങ്കിസ് ഖാൻ്റെ പിൻഗാമിയാണ് ബാബർ. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ഇബ്രാഹിം ലോധി. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് എന്നാണ്? 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. അക്ബറിൻ്റെ തലസ്ഥാനം ഫത്തേപൂർ സിക്രി. ഫത്തേപൂരിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത് 1575. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ ഭരണാധികാരിയാണ് അക്ബർ. അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന പ്രധാനികളാണ് രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൽദാസ് ബീർബൽ. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയാണ് ടവർണിയർ. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാണ് റാൽഫിച്ച്. അബ്ദുൽ ഫസൽ തൻ്റെ പുസ്തകമായ ഐൻ ഇ അക്ബാരി ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്ബർനാമ എന്ന പുസ്തകം രചിച്ചത് അബ്ദുൽ ഫസൽ. മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ഷാജഹാൻ്റെ മകനായ ദാരോ ഷുക്കോ ആണ്. ഇനി വിജയനഗര രാജാക്കന്മാർ ആരൊക്കെയാണ്? സംഗമ രാജവംശം ഹരിഹരൻ ബുക്കൻ. സാലുവ രാജവംശമാണെങ്കിൽ നരസിംഹ സാലുവ. തുളുവ രാജവംശം വീരനരസിംഹൻ കൃഷ്ണദേവരായർ. അരവിഡു വംശം തിരുമല വെങ്കിട ഒന്ന്. 1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. വിജയനഗരം സ്ഥാപിച്ചത് ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് 1336. വിജയനഗരത്തിലെ പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. അമുക്തമാല, ജാംബവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട്. ഭക്ത അഷ്ടദിഗഞ്ജങ്ങൾ എന്ന അറിയപ്പെടുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ സദസ്സിലെ അലങ്കരിച്ചു. ഭക്തകവികൾ ആരെല്ലാം? ആഴ്വാർമാർ എന്നറിയപ്പെടുന്ന വിഷ്ണു ഭക്തരും നായനാർമാർ എന്നറിയപ്പെടുന്ന ശിവഭക്തരുമാണ്. ആഴ്വാർമാരുടെ രചനകളാണ് 4000 ദിവ്യപ്രമാണങ്ങൾ, 4000 ദിവ്യപ്രബന്ധം. നായനന്മാരുടെ രചനകളാണ് തിരുമുറൈകൾ. 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം. മാനവ മൈത്രിയുടെ പ്രചാരകനാണ് കബീർ. സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ആദിഗ്രന്ഥ അഥവാ ഗുരുഗ്രന്ഥ സാഹിബ്. ഗീതാഗോവിന്ദം രചിച്ചത് ജയദേവൻ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ്. ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നറിയപ്പെടുന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ ഇന്ത്യ പിന്തുടർന്നത്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത്. അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1946. ഭരണഘടന നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും ഉണ്ട്. അതുപോലെ 8 പട്ടികകളും ഉണ്ട്.
ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പോസ്കോ ആക്ട് നിലവിൽ വന്നത് 2012. പോസ്കോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോസ്കോ നിയമത്തിൻ്റെ 44 വകുപ്പ് പ്രകാരമാണ് ഈ നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. 44-ാമത്തെ വകുപ്പ്. 368 വകുപ്പ് പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. 1973 കേശവാനന്ദ ഭാരതി വാസ് സ്റ്റേറ്റ് ഓഫ് കേരള സർക്കാർ കേസിലാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കപ്പെട്ടത് 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പായി ചേർത്തിട്ടുണ്ട്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ആഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഇത് ഉറപ്പ് നൽകുന്നു. 1976 42-ാം ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതിച്ചേർത്തത്. 42-ാം ഭേദഗതിയെ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു. ഇത്രയുമാണ് നമുക്ക് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ പഠിക്കാനുള്ളത്. ഇനി 2 പാർട്ടും കൂടെ വരും. വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നിവിടെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഓക്കെ, താങ്ക് യു.